വൃക്കരോഗിയായ പിതാവിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ചികിത്സാ സഹായത്തിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതി. വർക്കല പുല്ലാനിക്കോട് കുന്നവിളാകത്ത് വീട്ടിൽ ബാബുവിന്റെ കുടുംബമാണ് വർക്കല സ്വദേശിയായ ബാബുരാജിനെതിരെ പരാതി നൽകിയത്. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട്. ഇന്ദു, ഈ ബാബുരാജിനെതിരെയാണല്ലോ പരാതി പോയിരിക്കുന്നത്. ഇയാൾക്ക് ഈ കുടുംബവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ബാബു എന്ന വ്യക്തി, അയാൾ വൃക്കരോഗിയാണ്. അയാളുടെ സുഹൃത്താണ് ബാബുരാജ് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോഴത്തെ ഫോട്ടോയും അതുപോലെ തന്നെ വയ്യാതിരുന്നപ്പോഴത്തെ ഫോട്ടോയും എടുത്ത് ഇദ്ദേഹത്തിന് വയ്യ, പണം ആവശ്യമാണ് ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിടങ്ങളിലും ചികിത്സയ്ക്കായി ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റുകൾ ഇടുകയും പലർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 50,000 രൂപയോളം വരെ അയച്ചു കൊടുത്ത ആളുകളുണ്ടെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ട് അതൊന്ന് കേൾക്കാം. ഈ ബാബുരാജ് എന്ന ഇടവേലുള്ള ബാബുരാജ് എന്ന് പറഞ്ഞ കക്ഷി ഞങ്ങളെ വീട്ടിൽ വന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫോട്ടോകൾ എടുത്ത് അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, ഈ ഫോട്ടോ എത്രയും തരുന്നു. ഈ ഫോട്ടോകളൊന്നും ഞങ്ങളെ കയ്യിൽ വന്നിട്ടില്ല. ഈ ഫോട്ടോകൾ വെച്ച് പല പല സ്ഥലങ്ങളിലോട്ട് ഇത് അയച്ചു കൊടുത്ത് GPay നമ്പർ, ഈ പുള്ളിയുടെ GPay നമ്പരും വെച്ച് പിന്നെ പല സ്ഥലങ്ങളിലും ഈ ഫോട്ടോ ഇട്ട് കൊടുത്ത് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ലായിരുന്നു. ചേട്ടന്റെ കുഞ്ഞമ്മേരെ മോൻ നമ്മളെ വിളിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ അണ്ണന്റെ ഫോട്ടോ കൊടുത്ത് നിങ്ങൾ പണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ പൈസ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല, ഒരു കാര്യം ചെയ്യാം, അതിൽ വന്ന അത് പ്രൂഫ് ഞങ്ങൾക്ക് ഇട്ടുതരാൻ പറഞ്ഞു. ഇട്ട് വന്നപ്പോഴത്തേക്ക് ഈ പിന്നെ ബാബുരാജിന്റെ GPay നമ്പരും പിന്നീട് ഈ ചേട്ടന്റെ ഫോട്ടോയും കൊടുത്ത് ഇവൻ കുറേ ഇതങ്ങ് എഴുതിയേക്കുന്നതിൽ പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടേക്കുന്നു, ഇവൻ ഒരുപാട് സഹായിച്ചെന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല. ഇന്ദുലേഖ തുടരുന്നുണ്ട്. ഇന്ദു, ഈ വിവരവും ഒരു ബന്ധുവിൽ നിന്ന് തന്നെയാണല്ലോ ഈ തട്ടിപ്പിന്റെ വിവരങ്ങളും ഇവർ അറിയുന്നത്. എത്രത്തോളം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്? പോലീസ് ഇതിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അതാണ് പൂജ പറഞ്ഞത്. പലതരത്തിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം വഴി ഇത്തരത്തിലൊരു പ്രചരണം ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. ഇത് പിന്നീട് കുടുംബത്തിലുള്ള ബന്ധത്തിലുള്ള ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരാണ് കുടുംബത്തെ വിളിച്ചറിയിച്ചത്. ഇത്തരത്തിലാണ് സംഭവമെന്ന് പറഞ്ഞ് വാട്സപ്പ് ചാറ്റ് അതുപോലെ തന്നെ ഈ ഇട്ടിരുന്ന പോസ്റ്റുകളൊക്കെ കുടുംബത്തെ കാണിക്കുകയുണ്ടായി. അപ്പോൾ കുടുംബം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഫോട്ടോ നൽകിയിരിക്കുന്നത് ബാബുവിൻ്റെ ആണെങ്കിലും അടിയിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ പേ നമ്പർ ബാബുരാജിൻ്റെതായിരുന്നു. അപ്പോൾ ബാബുരാജിലേക്ക് ഇത്തരത്തിൽ നിരവധി പേരുടെ കയ്യിൽ നിന്നും പണം എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. നേരിട്ട് ഒരു 50,000 രൂപയോളം അയച്ചു കൊടുത്ത ഒരാൾ നേരിട്ട് ഈ കുടുംബത്തോട് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടായി, ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇതൊന്നും തന്നെ ഈ കുടുംബത്തിന്റെ പക്കൽ എത്തിയിട്ടില്ല. മാത്രമല്ല അവർ അത്തരത്തിലൊരു പണപ്പിരിവ് നടത്താൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ കുടുംബത്തിലൊരു മകളുടെ വിവാഹം ഈ സെപ്റ്റംബറിൽ നടക്കാനിരിക്കെയാണ് മകളുടെ പേരിൽ അടക്കം പറഞ്ഞ് ഇത്തരത്തിൽ പണം വാങ്ങുന്ന ഒരു കാര്യമുണ്ടായത്. കഴിഞ്ഞ ജൂൺ 6-നടക്കം പോലീസിലെത്തി ഇവർ പരാതി നൽകിയെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് മാത്രമല്ല ബാബുരാജിന്റെ അക്കൗണ്ടിലൂടെ ഈ പറയുന്ന GPay നമ്പറിലൂടെയുള്ള പണപ്പിരിവ്, അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പൂജ.